ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ഹരികൃഷ്ണൻ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നെറ്റ് ജനറൽ പേപ്പറിലെ നിങ്ങൾക്ക് കുറച്ച് അൺഫെമിലിയർ ആയിട്ടുള്ള ടേംസ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൂടുതലും സ്റ്റുഡൻസ് വിട്ടുപോകുന്ന അല്ലെങ്കിൽ നമ്മൾ അധികം ഫോക്കസ് കൊടുക്കാത്തൊരു ഏരിയയാണ് നെറ്റിൻ്റെ ജനറൽ പേപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള സ്റ്റുഡൻസിന് ഈ ടേംസ് അൺഫെമിലിയർ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ജനറൽ പേപ്പർ നന്നായിട്ട് നോക്കുന്നവരാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഈ പറയാൻ പോകുന്ന ടേംസ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. എന്നിരുന്നാലും നമുക്ക് ആ ടേംസ് പരിചയപ്പെടാം. നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻസ് വഴിയാണ് നമ്മൾ ആ രണ്ട് ടേംസ് ഏതൊക്കെയാണെന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ 1. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് സർക്കുലർ എക്കോണമി? ഓക്കെ, സർക്കുലർ എക്കോണമി അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ടേം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. പ്രൊഡ്യൂസ്, യൂസ്, ഡിസ്പോസ് മോഡൽ. ഓപ്ഷൻ ബി എക്സ്ട്രാക്ട്, കൺസ്യൂം, വേസ്റ്റ് മോഡൽ. ഓപ്ഷൻ സി റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ, റിപ്പയർ ആൻഡ് റിക്കവർ റിസോഴ്സസ് ടു മിനിമൈസ് വേസ്റ്റ്. ഓപ്ഷൻ ഡി ഇൻക്രീസസ് പ്രൊഡക്ഷൻ റിഗാർഡ്ലെസ് ഓഫ് എൻവയൺമെന്റൽ ഇമ്പാക്ട്. ഏതായിരിക്കും സർക്കുലർ എക്കോണമി? അറിയാവുന്നവരൊന്ന് ആദ്യം തന്നെ കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ സർക്കുലർ എക്കോണമി എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, റെഡ്യൂസ്, റീയൂസ്, റിസൈക്കിൾ, റിപ്പയർ ആൻഡ് റിക്കവർ റിസോഴ്സസ് ടു മിനിമൈസ് വേസ്റ്റ്. വേസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സർക്കുലർ എക്കോണമി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അത് സർക്കുലർ എക്കോണമി എന്തൊക്കെയാണ് ചെയ്യുന്നത്? നമുക്കൊരു ഡെഫിനിഷൻ വഴി നോക്കാം. സർക്കുലർ എക്കോണമി ഈസ് ആൻ ഇക്കോണമിക് സിസ്റ്റം ദാറ്റ് എയിംസ് ടു മിനിമൈസ് വേസ്റ്റ് ആൻഡ് മാക്സിമൈസ് ദ യൂസ് ഓഫ് റിസോഴ്സസ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് ഇതൊക്കെയാണ്. വേസ്റ്റ് മിനിമൈസ് ചെയ്യുക, പിന്നെ റിസോഴ്സസിന്റെ യൂസ് മാക്സിമൈസ് ചെയ്യുക. എങ്ങനെ? ബൈ കീപ്പിംഗ് പ്രൊഡക്ട്സ് ആൻഡ് മെറ്റീരിയൽസ് ഇൻ യൂസ് ഫോർ ആസ് ലോങ് ആസ് പോസിബിൾ. അതായത് ആ റിസോഴ്സസ് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ആ പ്രൊഡക്ട്സ് എന്ത് ചെയ്യണം, നമ്മൾ എത്രമാത്രം നമുക്ക് അതിനെ യൂസ് ചെയ്യാമോ അത്രയും മാക്സിമം അതിനെ യൂസ് ചെയ്തുകൊണ്ട്. ത്രൂ എങ്ങനെ? റെഡ്യൂസിങ്, ഓവറായിട്ട് അതിനെ കൺസ്യൂം ചെയ്യുന്ന റെഡ്യൂസ് ചെയ്യുക. റീയൂസിങ്, വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റുന്ന റിസോഴ്സ് ആണെങ്കിൽ റീയൂസ് ചെയ്യുക. പിന്നെന്താണ്? റിപ്പയറിങ്, റിപ്പയർ ചെയ്യാൻ പറ്റുന്ന റിസോഴ്സ് ആണെങ്കിൽ ഒന്നും കൂടി റിപ്പയർ യൂസ് ചെയ്യുക. റീഫർബിഷിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയത് അതിനൊന്ന് പുതുക്കി റീവാമ്പ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് റീഫർബിഷിങ് എന്ന് പറയുന്നത്. മാനുഫാക്ചറിങ് ആൻഡ് റീസൈക്ലിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റീസൈക്ലിംഗ് വഴി ഒന്നും കൂടെ യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസോഴ്സ് ആക്കി ഒരു പ്രൊഡക്റ്റ് ആക്കി അതിനെ മാറ്റുക. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ആ ഒരു റിസോഴ്സസിനെ നമുക്ക് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേ സമയത്ത് നമുക്ക് ആ വേസ്റ്റ് റിഡക്ഷൻ കൊണ്ടുവരാനും പറ്റും. അങ്ങനെ നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സർക്കുലർ ഇക്കോണമി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ട്രഡീഷണൽ എക്കോണമിയിൽ നമ്മൾ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ സർക്കുലർ എക്കോണമിയിൽ നമ്മൾ വേസ്റ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, റീയൂസ് ചെയ്യുന്നുണ്ട്, റീസൈക്കിൾ ചെയ്യുന്നുണ്ട്, റിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ റിപ്പയർ ചെയ്യുന്നുണ്ട്, വീണ്ടും അതിനെ റിക്കവർ ചെയ്ത് എടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ സ്മാർട്ട് ഫോൺസ്, ഇപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ സ്മാർട്ട് ഫോൺസ്, അതായത് കളഞ്ഞ സ്മാർട്ട് ഫോൺസ് ഒക്കെ ചില ആൾക്കാർ പുതിയ സംഭവങ്ങളൊക്കെ കയറ്റി റീഫർബിഷ് ചെയ്തിട്ട് ഒന്നും കൂടെ വീണ്ടും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അതൊക്കെ ഒരു സർക്കുലർ എക്കോണമിയുടെ ഒരു എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇതിന് നമുക്ക് 5R, നിങ്ങൾ സർക്കുലർ എക്കോണമിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു 5Rs ഉണ്ട്. റെഡ്യൂസ്, യൂസ് ഫ്യൂവർ റിസോഴ്സസ്. അതായത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് എല്ലാ റിസോഴ്സസിന്റെ ആവശ്യമില്ല, കുറച്ച് റിസോഴ്സസ് വെച്ചിട്ട് നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ അത് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ട് അത് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ മിനിമം ഫ്യൂവർ റിസോഴ്സസ് യൂസ് ചെയ്യുക. റീയൂസ്, വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന റിസോഴ്സ് ആണെങ്കിൽ മാക്സിമം അതിനെ റീയൂസ് ചെയ്യുക. റിപ്പയർ, ഓക്കെ, ഇപ്പൊ ഈ കുറച്ച് ഡാമേജ് ഒക്കെ വന്നിട്ടുള്ള റിസോഴ്സ് ആണ്, നമുക്ക് കുറച്ച് ഡാമേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ വേസ്റ്റിലേക്ക് തള്ളിക്കളയാതെ വീണ്ടും അതിനെ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ, റീപ്ലേസ് ചെയ്യാതെ അതിനെ റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. റീസൈക്കിൾ ചെയ്യുക, അതായത് വേസ്റ്റ് മെറ്റീരിയൽസിനെ പുതിയ യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? റീസൈക്കിൾ ചെയ്യുക. അടുത്തത് റിക്കവർ ചെയ്യുക. ഓക്കെ, റിക്കവർ എനർജി ഓർ മെറ്റീരിയൽസ് ഫ്രം വേസ്റ്റ് ദാറ്റ് കനോട്ട് ബി റീയൂസ്ഡ് ഓർ റീസൈക്കിൾ. അപ്പോൾ നമുക്കറിയാം വേസ്റ്റ് പ്ലാന്റിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? എനർജി റിക്കവർ ചെയ്തെടുക്കാറുണ്ട്. ഓക്കെ, കുറേ വേസ്റ്റ് പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ അതിൽ നിന്ന് വേസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എനർജി റിക്കവർ ചെയ്തെടുക്കാറുണ്ട് അല്ലേ? അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇതാണ് 5Rs എന്ന് പറയുന്നത്. നമ്മൾ സർക്കുലർ എക്കോണമി നിങ്ങൾ പഠിക്കുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 2. ഒരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1, ബ്ലൂ എക്കോണമി പ്രൊമോട്ട്സ് സസ്റ്റൈനബിൾ യൂസ് ഓഫ് മെറൈൻ ആൻഡ് കോസ്റ്റൽ റിസോഴ്സസ് ഫോർ ഇക്കോണമിക് ഡെവലപ്മെന്റ്. Statement 2, circular economy aims to eliminate waste by promoting reuse, recycling, repair and resource efficiency. ഏതായിരിക്കും സ്റ്റേറ്റ്മെന്റ്? നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ആൻസറിലേക്ക് പോകാം.
ആൻസർ എ, ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ കറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 1, ബ്ലൂ എക്കോണമി പ്രൊമോട്ട്സ്. അതിന് നമുക്ക് സ്റ്റേറ്റ്മെന്റ് 2 നോക്കാം. നമ്മൾ സർക്കുലർ എക്കോണമി പഠിച്ചതല്ലേ. സർക്കുലർ എക്കോണമി എയിംസ് ടു എലിമിനേറ്റ് വേസ്റ്റ് ബൈ പ്രൊമോട്ടിംഗ് റീയൂസ്, റീസൈക്ലിംഗ്, റിപ്പയർ ആൻഡ് റിസോഴ്സ് എഫിഷ്യൻസി. നമ്മൾ നേരത്തെ പഠിച്ച 5-6 അതിനകത്ത് വരുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് 2 എന്തായാലും കറക്റ്റ് ആണെന്ന് ഉറപ്പിക്കാൻ സാധിക്കും. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1, ബ്ലൂ എക്കോണമി പ്രൊവൈഡ്സ് സസ്റ്റൈനബിൾ യൂസ് ഓഫ് മറൈൻ ആൻഡ് കോസ്റ്റൽ റിസോഴ്സസ് ഫോർ എക്കോണമിക് ഡെവലപ്മെന്റ്. ബ്ലൂ എക്കോണമി എന്ന് പറയുമ്പം കുറച്ച് വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. എങ്ങനെ, എന്തുവഴി? ഇറ്റ് പ്രൊമോട്ട്സ് സസ്റ്റൈനബിൾ യൂസ് ഓഫ് മറൈൻ ആൻഡ് കോസ്റ്റൽ റിസോഴ്സ്. മറൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടലിലുള്ള റിസോഴ്സസ് അല്ലെങ്കിൽ കോസ്റ്റൽ റിസോഴ്സസ്, തീരത്തുള്ള റിസോഴ്സ് എങ്ങനെ എക്കോണമിക് ഡെവലപ്മെന്റിനായിട്ട് സസ്റ്റൈനബിൾ യൂസ് ചെയ്യുക. സസ്റ്റൈനബിൾ യൂസ് എന്ന് പറഞ്ഞാൽ മാക്സിമം അതിനെ ചൂഷണം ചെയ്യാമല്ല, നമ്മളുടെ കറണ്ട് ഡിമാൻഡ്സ് മാത്രം മീറ്റ് ചെയ്തിട്ട് ഫ്യൂച്ചറിലേക്കും കൂടെ അത് ബാക്കി വയ്ക്കുന്ന രീതിയിൽ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സസ്റ്റൈനബിൾ യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്ലൂ എക്കോണമി ഇസ് എ സസ്റ്റൈനബിൾ യൂസ് ഓഫ് ഓഷ്യൻസ്, seas, rivers, lakes and coastal resources to promote economic growth, employment and improved livelihoods while protecting aquatic ecosystems. നിങ്ങൾക്കറിയാം നമ്മൾ ഒരു എക്കോസിസ്റ്റത്തിലാണ് ജീവിക്കുന്നത് അല്ലേ. അപ്പോൾ ലാൻഡിൽ എക്കോസിസ്റ്റം ഉണ്ട്, ഒരു അക്വാറ്റിക് എക്കോസിസ്റ്റം ഉണ്ട്. അപ്പോൾ അക്വാറ്റിക് എക്കോസിസ്റ്റം, നമ്മൾ ബ്ലൂ എക്കോണമി എന്ന് പറയുമ്പം എപ്പോഴും വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. ഓക്കെ, വാട്ടർ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ അവിടെയുള്ള ഓഷനിലാണെങ്കിൽ ഒരു മറൈൻ എക്കോസിസ്റ്റം ഉണ്ട്, റിവറിലൊരു എക്കോസിസ്റ്റം ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഒക്കെ ഒരു എക്കോസിസ്റ്റത്തിനെ ബാധിക്കാതെ നമ്മൾ അവിടെയുള്ള റിസോഴ്സിനെ എന്ത് ചെയ്യണം, സസ്റ്റൈനബിൾ ആയിട്ട് യൂസ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? നമ്മളുടെ എക്കോണമിക് ഗ്രോത്തിനും എംപ്ലോയ്മെന്റിനും നമ്മുടെ ലൈവ്ലിഹുഡ്സ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സസ്റ്റൈനബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്ലൂ എക്കോണമി എന്ന് പറയുന്നത്. സസ്റ്റൈനബിൾ യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കറന്റ് നീഡ്സ് മാത്രം മീറ്റ് ചെയ്തിട്ട് ഫ്യൂച്ചർ ജനറേഷനിലേക്ക് എന്ത് വേണം, ബാക്കി വെക്കണം. ബാക്കി എല്ലാം കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഭാവി തലമുറയ്ക്ക് ഈ റിസോഴ്സ് നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളുടെ യൂസിന് വേണ്ടിയുള്ളത് മാത്രം എടുത്തിട്ട് ഭാവിയിലുള്ളതിനെ മാറ്റി വയ്ക്കുന്നതിനെ നമ്മൾ സസ്റ്റൈനബിൾ യൂസ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളുടെ ഈ അക്വാറ്റിക് റിസോഴ്സസിനെയൊക്കെ സസ്റ്റൈനബിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രാക്ടീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്ലൂ എക്കോണമി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മേജർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഇതാണ്: സസ്റ്റൈനബിൾ ഫിഷറീസ്. ഓക്കെ, സസ്റ്റൈനബിൾ ഫിഷറീസ്, മറൈൻ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. നിങ്ങൾ ബയോഡൈവേഴ്സിറ്റി പഠിച്ചിട്ടുണ്ടാവും. ബയോഡൈവേഴ്സിറ്റി കൺസേർവ് ചെയ്യുക. അടുത്തത് റിന്യൂവബിൾ ഓഷൻ എനർജി. ഓഷൻ എനർജി എന്ന് പറഞ്ഞാൽ റിന്യൂവബിൾ നോൺ റിന്യൂവബിൾ സോഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓഷൻ എനർജി ഒരു റിന്യൂവബിൾ ആയിട്ട് സസ്റ്റൈനബിൾ ആയിട്ട് യൂസ് ചെയ്യുക. അടുത്തത് സസ്റ്റൈനബിൾ കോസ്റ്റൽ ടൂറിസം. കോസ്റ്റൽ ടൂറിസം ഉണ്ട് അല്ലേ, തീരപ്രദേശം ബീച്ചിലേക്കൊക്കെ ഒരുപാട് ടൂറിസ്റ്റ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അവരെന്താ ചെയ്യുന്നത്, അവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, ഒരു സസ്റ്റൈനബിൾ യൂസ് കൊണ്ടുവരാൻ സാധിക്കണം. മാക്സിമം ആ കടൽ തീരങ്ങളിലുള്ള ഒരു എക്കോസിസ്റ്റത്തിനെ നമ്മൾ ചൂഷണം ചെയ്യാതെ അവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, ഒരു സസ്റ്റൈനബിൾ യൂസ് കൊണ്ടുവന്നിട്ട് കോസ്റ്റൽ ടൂറിസത്തിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കണം. മറൈൻ ട്രാൻസ്പോർട്ടേഷൻ, നിങ്ങൾക്ക് എന്താ മറൈൻ ട്രാൻസ്പോർട്ടേഷൻ എന്ന് അറിയാം അല്ലേ, വെള്ളത്തിൽ കൂടെ പോകുന്ന കപ്പല്, ബോട്ട്, അതേപോലുള്ള കാര്യങ്ങൾ. ഈ കപ്പലിൻ്റെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ വേസ്റ്റ് വെള്ളത്തിലേക്ക് തള്ളിക്കളയുന്നുണ്ട്. അപ്പം അങ്ങനെ വേസ്റ്റ് തള്ളിക്കളയുമ്പോൾ എന്തോ സംഭവിക്കുന്നത്, അത് മറൈൻ എക്കോസിസ്റ്റത്തിനെ അത് ബാധിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, ആ വേസ്റ്റ് ഒക്കെ ഒന്ന് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ ഓഷ്യൻ ബേസ്ഡ് ഇൻഡസ്ട്രീസ്, ഓഷ്യൻ്റെ തീരത്ത് കുറേ ഇൻഡസ്ട്രീസ്, അതായത് ഓഷ്യൻസ് പവറായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ഓഷ്യൻസിൻ്റെ തിരമാലകൾ, ടൈഡൽ വേവ്സ് ഒക്കെ പവറായിട്ട് യൂസ് ചെയ്യുന്ന കുറേ ഇൻഡസ്ട്രീസ് ഉണ്ട്. അതിനെയൊക്കെ ഒന്ന് പരിമിതപ്പെടുത്തുക. പിന്നെ പൊല്യൂഷൻ കൺട്രോൾ, വാട്ടർ പൊല്യൂഷൻ ഒന്ന് കുറയ്ക്കുക. ഇതൊക്കെയാണ് എന്തിനു വേണ്ടി ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഒരു ബ്ലൂ എക്കോണമിയുടെ ഒരു ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളാണ് സർക്കുലർ എക്കോണമിയും ബ്ലൂ എക്കോണമിയും. അറിയാത്തവരാണെങ്കിൽ ഈ ടേംസ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇതിനു മുമ്പുള്ള നെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ടേംസും ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം ഇനി ഒരു 4-5 മാസം തികച്ചില്ല നമ്മളുടെ ഡിസംബർ സൈക്കിളിലെ നെറ്റ് എക്സാമിന്. അപ്പോൾ നമ്മളിവിടെ ലൈവ് ക്ലാസ്സസ്, റെക്കോർഡഡ് ക്ലാസ്സസ്, PYQs, മോക്ക് ടെസ്റ്റ്, ഇതൊക്കെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മളുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന PhD ഹോൾഡേഴ്സും JRF ഹോൾഡേഴ്സും ആയിട്ടുള്ള ഫാക്കൽറ്റീസും മെൻറ്റേഴ്സുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എക്സ്ക്ലൂസീവ് മെൻറ്റർഷിപ്പ് നിങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ സഹായത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് അടുത്ത ഡിസംബറിലേക്കുള്ള JRF നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ നമ്മളുടെ CCയുടെ നെറ്റിൻ്റെ ലോങ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം പുതിയ ആസ്പിറൻസ് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് CCയോടൊപ്പം നിങ്ങൾക്ക് JRF, ഡിസംബറിലെ JRF എന്നുള്ള ഒരു
ഒരു സ്വപ്നം നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാക്ഷാത്കരിക്കാൻ സാധിക്കും. സോ ദിസ് ഇസ് ഹരികൃഷ്ണൻ സൈനിങ് ഓഫ്.